അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഡിസംബർ 6. ഓരോ ഡിസംബർ 6കളും വളരെയധികം ആത്മസംഘർഷത്തിലൂടെയാണ് ഇന്ത്യയിലെ ഓരോ മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളവും അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 452 വർഷങ്ങൾക്ക് മുമ്പ് ലഹീറുദ്ദീൻ ബാബർ എന്ന മുഗൾ രാജാവ് സ്ഥാപിച്ച ബാബരി മസ്ജിദ് 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 ഡിസംബർ മാസം 6 കർസേവകരുടെ കരങ്ങളാൽ നിഷ്കാസനം ചെയ്യപ്പെട്ടതിന് ശേഷം ഓരോ വർഷവും ഓരോ ദിവസങ്ങളും അടുത്ത തലമുറകളിലേക്ക് ബാബരിയുടെ സന്ദേശം കൈമാറിക്കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഓരോരുത്തരും അതവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമായി, അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി, അവരുടെ ദീനിൻ്റെ പ്രശ്നമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ക്ഷേത്രം നിന്ന സ്ഥലത്ത് നിന്ന് ആ ക്ഷേത്രം പൊളിച്ചതിന് ശേഷം അവിടെ ഒരു പള്ളി നിർമ്മിച്ചതായിരുന്നു എങ്കിൽ ഒരു മുസ്ലിമിനും ഇതുകൊണ്ട് ഒരു പ്രയാസമുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയാസമാകുന്നത് ഈ 32 വർഷങ്ങൾക്കിടയിൽ ഇതുവരെ ഈ ഒരു നിമിഷം വരെയും അവിടെ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നും ആ ക്ഷേത്രം പൊളിച്ചതിന് ശേഷമാണ് അവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്നും ലഭിക്കുന്നതിന് അതിന് ചരിത്രപരമായോ അല്ലെങ്കിൽ ശാസ്ത്രീയമായോ ഉള്ള ഒരു തെളിവുകളും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ബാബരി മസ്ജിദ് 1992 ഡിസംബർ 6 പൊളിക്കപ്പെട്ടു. അങ്ങനെ 16 ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട് കൃത്യം 10 ദിവസം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഡിസംബർ 16 ലിബർഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ അതിൻ്റെ ചുമതലയേൽപ്പിച്ചുകൊണ്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. അങ്ങനെ നീണ്ട 17 വർഷക്കാലം ലിബർഹാൻ കമ്മീഷൻ ഇത് അന്വേഷിക്കുകയാണ്. ലിബർഹാൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത് എന്ന് കണ്ടെത്തലായിരുന്നു ലിബർഹാൻ കമ്മീഷൻ്റെ ആകെയുള്ള ഉത്തരവാദിത്വം. എന്നാൽ 17 വർഷക്കാലം, നീണ്ട 17 വർഷക്കാലം ഒന്നുകിൽ അത് കരുതിക്കൂട്ടി വലിച്ചിഴച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ സങ്കീർണമായ ഒരു വിഷയം അത് അതിൻ്റെതായ രൂപത്തിൽ പരിഹരിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെ അവർക്ക് 17 വർഷം വേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായിരുന്നാലും 2009 ജൂൺ മാസം 30 ലിബർഹാൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരികയാണ്. റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്തമായ ഒരു വാക്കിൽ അത് പറഞ്ഞാൽ അത് റിപ്പോർട്ട് മുമ്പിൽ വെച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നടന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്, അപരാധമായിരുന്നു ബാബരി ധ്വംസനമെന്നാണ് അന്ന് ലിബർഹാൻ കമ്മീഷൻ അത് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. കേസ് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയും വിധിക്കുന്നത് എന്താണ്? സുപ്രീം കോടതിയും കണ്ടെത്തുന്നത് അത് അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ചരിത്രപരമായ രേഖകളില്ല. അതേപോലെ അവിടുത്തെ അവിടെ ഭൂമിയിൽ ആർക്കിയോളജിക്കൽ സർവേയുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവിടെ ആ ഭൂമിയിൽ നടത്തിയ സർവേയിലും അങ്ങനെ ഒരു ക്ഷേത്രം പൊളിച്ചതിന് ശേഷമാണ് അവിടെ പള്ളി കെട്ടിയത് എന്നതിന് ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അന്ന് ബാബരി മസ്ജിദ് ധ്വംസനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും വിധിച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നീട് ആ സുപ്രീം കോടതി തന്നെ അത് അനുകൂലമായി വിധിക്കുന്നത്, അത് ആരാണോ പൊളിച്ചത് അവർക്ക് അനുകൂലമായുള്ള വിധികളായിരുന്നു പിന്നീട് വരുന്നത്. കേവലം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്ഷേത്രമല്ല, 10,000 ക്ഷേത്രങ്ങൾ അവിടെ നിർമ്മിക്കപ്പെട്ടാലും അള്ളാഹുവിൻ്റെ ഭവനം അതിൻ്റെ മുകളിൽ കെട്ടിയ കേവലം ഒരു ബിൽഡിംഗ് മാത്രമല്ല, ആ ബിൽഡിംഗ് നശിപ്പിക്കപ്പെട്ടാലും അതിൻ്റെ മുകളിൽ വേറെ എന്തു വന്നാലും
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പള്ളിയായി തന്നെ അവൻ്റെ മനസ്സുകളിൽ മാനസാന്തരങ്ങളിൽ നിലനിൽക്കും. അതിന് യാതൊരു വിധ എക്സ്ക്യൂസും പറയാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഈ ഒരു സമയത്ത് ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? ഒരു മുസ്ലിമിൻ്റെ ബാധ്യത ആ സമയത്ത് അവർ ആത്മസംയമനം പാലിക്കുക എന്നുള്ളതാണ്. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾക്കറിയാം, നമ്മളുടെ ആത്മീയ ഗുരുക്കന്മാർ, ആത്മീയ ആചാര്യന്മാർ അന്ന് മുസ്ലിമീങ്ങളോട് നടത്തിയ ആഹ്വാനം എന്താണ്? ഇന്ത്യയിലെ എല്ലാ ആളുകളും പറഞ്ഞത് അതാണ്. ബാബരി മസ്ജിദാണ്, അത് ഇന്നും മസ്ജിദാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ബാബരി മസ്ജിദിനെ സംബന്ധിച്ച് അവരെല്ലാവരും പറഞ്ഞത് ഇങ്ങനെ ഇനിയും നമ്മുടെ രാഷ്ട്രത്തിൽ ഇങ്ങനെ ആയിരക്കണക്കിന് പള്ളികൾ പൊളിക്കപ്പെട്ടാലും നമ്മുടെ രാജ്യത്തിലുള്ള ഒരു ക്ഷേത്രത്തിന് പോലും ഒരു അമ്പലത്തിന് പോലും ഒരു ചെറിയ പോറലുമേൽക്കരുത് എന്നാണ് നമ്മുടെ മുൻകാല മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ വഴിയിൽ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോവേണ്ടത്. ആദരവായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു? എന്തെല്ലാം പ്രയാസങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജനിച്ചു വളർന്ന, അവിടുന്ന് ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന പരിശുദ്ധ കഅബയിലെത്തി അവിടെ സുജൂദ് ചെയ്യാൻ പോലും അവിടുന്ന് അവകാശമുണ്ടായിരുന്നില്ലല്ലോ. ഇനി മുഹമ്മദ് ഇവിടെ വന്ന് സുജൂദ് ചെയ്താൽ ഞാൻ അവൻ്റെ പിരടിയിൽ ചവിട്ടുമെന്ന് അബൂലഹബ് അവിടെ പ്രഖ്യാപിച്ചത് നമ്മളൊക്കെ കണ്ടവരാണ്. അങ്ങനെ ചവിട്ടാനായി വന്ന അബൂലഹബ് അവനെന്തോ ഭീകരമായ എന്തോ കണ്ട് അവൻ പിന്മാറിയത് ചരിത്രങ്ങളിൽ നമ്മൾ കാണുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുന്നാരമേനിയിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയിട്ടത് നമ്മളെല്ലാം ചരിത്രങ്ങളിൽ വായിച്ചവരാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ വീടിൻ്റെ മുമ്പിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം നിർമ്മിച്ചിരുന്ന, അദ്ദേഹത്തിന് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചിരുന്ന ആ ഒരു പള്ളി, ആ ഒരു ചെറിയ ഒരു ടെൻറ്റ്, അതുപോലും അവിടെ നിലനിർത്താൻ ഖുറൈശികൾ അന്ന് അനുവദിച്ചിരുന്നില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് ഖുർആൻ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഅന ഇന്ന ഇലാ റബ്ബിക റുജ്അ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ എന്ന് പറഞ്ഞ് ഖുർആൻ അതിനെ വളരെയധികം വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അഹങ്കാരമാണ്, നിങ്ങളതിനെ, എൻ്റെ ഒരു അടിമ അവിടെ നിസ്കരിക്കുന്നതിനെ നിങ്ങൾക്ക് തടയാൻ നിങ്ങൾക്കങ്ങനെ തോന്നാൻ കാരണം നിങ്ങളുടെ അഹങ്കാരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച അന്നത്തെ ഖുറൈശികൾ അവിടുന്ന് അവരുടെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. നബിയേ, നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ച റബ്ബ് തന്നെയാണ് സത്യം. തീർച്ചയായും അവരെ നിങ്ങളുടെ എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണോ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പലായനം ചെയ്യുന്നത്, ഈ നാട്ടിലേക്ക് വിജയശ്രീലാളിതനായി നിങ്ങളെ നാം കൊണ്ടുവരും നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രതീക്ഷകൾ കൈവിടാതെ നമ്മൾ അള്ളാഹുവിങ്കലേക്ക് ദുആ ചെയ്യണം. എല്ലാ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇദാ ഫറഗ്ത ഫൻസബ് എന്ന ഖുർആൻ്റെ വിശദീകരണത്തിൽ കാണാം. അതിൻ്റെ പ്രധാനമായ ഉദ്ദേശം അള്ളാഹുവിങ്കലേക്ക് നമ്മൾ ദുആ ചെയ്യുക എന്നതാണ്. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതോടൊപ്പം നമ്മുടെ മുസ്ലിമീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തും ലോക അടിസ്ഥാനത്തിലും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം.
ഖുതുബയിൽ നമ്മൾ ഒരു ഖുതുബയുടെ ബിസ്മി ചൊല്ലുന്ന ഹംദ് പറയുന്നത് പോലെ, അതേപോലെ സ്വലാത്ത് പറയുന്നത് പോലെ, തശഹുദ് പറയുന്നത് പോലെ ഒരു ഖുതുബ നിർബന്ധമാകുന്നതിന്, ഒരു ഖുതുബ ശരിയാകുന്നതിന് നിർബന്ധമായ ഘടകങ്ങളിലൊന്നാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്നുള്ള ദുആകൾ ഖുതുബയിൽ പോലും കൊണ്ടുവരുന്നത്. അതത്രയും പ്രാധാന്യത്തോട് കൂടെ നമ്മൾ കാണണം. നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അവർക്കൊരു മോചനമുണ്ടാകുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടം കൊടുക്കണം. നമ്മൾക്കെല്ലാം അതിന് സാധിക്കട്ടെ. അർഹമുർ-റഹ്മാനായ റബ്ബ് മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതിസന്ധികൾ നിറഞ്ഞ, അതേപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഗസയിലടക്കമുള്ള മുസ്ലിമീങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി